കടലാക്രമണം കഴിയുമ്പോഴും ഇവർക്ക് ഏറ്റവും പേടി എന്ന് പറയുന്നത് ഈ തീരം നഷ്ടപ്പെടും എന്നുള്ളത് തന്നെയാണ്. ചേട്ടാ, ഇന്ന് ഏതായാലും കുറവുണ്ട് കഴിഞ്ഞ ദിവസം കണ്ടതിനേക്കാൾ? വളരെ കുറവുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം 2-3 ദിവസം കൊണ്ട് കടൽ ഇവിടെ നിന്ന് കയറി ഇതുകൊണ്ട് വള്ളങ്ങളെല്ലാം മുകളിൽ കയറ്റി, കല്ലിൻ്റെ മുകളിലെല്ലാം കയറ്റിയിട്ടുണ്ട്. ഒരുപാട് അപകടങ്ങൾ വന്നിട്ടുണ്ട്. അവർക്ക് ഉപകരണങ്ങളെല്ലാം ഒരുപാട് നഷ്ടപ്പെട്ടിട്ടുണ്ട്. കാരണം ഈ ഉപകരണങ്ങളൊക്കെ ഒരു വയ്ക്കാൻ വേണ്ടിയുള്ള ഒരു സുരക്ഷിത സ്ഥലമൊന്നും ഇല്ല. അപ്പോൾ ഇപ്പം തന്നെ നമുക്ക് കാണാം വളരെ വിലപിടിപ്പുള്ള മടിയും വലകളും എല്ലാ സാധനങ്ങളും അവിടെ ഇവിടെയായിട്ട് ഇങ്ങനെ മുകളിൽ വെച്ചിരിക്കുകയാണ്. വള്ളത്തിൻ്റെ പുറത്തും വെച്ചിരിക്കും. വള്ളം മറിഞ്ഞു കവുന്നു കിടക്കും, എഞ്ചിനൊക്കെ പൊട്ടും. കാരണം ഇവിടെ വയ്ക്കാനുള്ള ഒരു സൗകര്യങ്ങളും ഇവിടെ ഇല്ല. വിഴിഞ്ഞത്താണെങ്കിൽ പോവുകയാണെങ്കിൽ അവിടെ ഇതിനേക്കാളും അപകടമാണ്. എല്ലാം കുത്തി നെരുങ്ങി നിൽക്കും, ആ അപകടം. പിന്നെ എഞ്ചിനൊക്കെ പൊട്ടിയിട്ടുണ്ട്. കടലിൽ പോവുകയാണെങ്കിൽ വള്ളങ്ങൾ മറിയുന്നു. അപ്പോൾ ഒരുപാട് നഷ്ടങ്ങളാണ്. ഇതിപ്പോൾ ഒരു 3 ദിവസത്തിൻ്റെ ഇടയ്ക്ക് ഇപ്പം സകല സമാധാനമുണ്ട്. എങ്കിലും ഈ കടൽ ഇങ്ങനെ ഉള്ളിൽ പോകുമ്പോൾ അറിയാമല്ലോ, കടലിൻ്റെ വള്ളങ്ങൾ മറിഞ്ഞു പോകുമ്പോൾ അവർക്ക് 4, 5, 7, 8 രൂപയുടെ നഷ്ടമാണ്. പക്ഷേ സർക്കാരിൻ്റെ ഭാഗത്ത് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ഇഞ്ചിന് കാണിക്കണം. ഇഞ്ചിന് വെള്ളത്തിൽ പോയാൽ കിട്ടൂല. ഒരു ചെറിയ ചരടിലാണ് കെട്ടിയിട്ടിരിക്കുന്നത്. ഇഞ്ചിന് വെള്ളത്തിൽ പോയാൽ കിട്ടില്ല. അവർ പറഞ്ഞ രേഖ എവിടെ നിന്ന് ചോദിക്കും. അതൊക്കെ അത് അങ്ങനെ പറയുന്നത് ശരിയല്ല. ഈ പോലീസ് ഇൻക്വയറിനൊക്കെ നടത്തുമ്പോൾ അത് നഷ്ടപ്പെട്ടത് ശരിയാണെന്ന് കണ്ട് അവർക്ക് എന്തെങ്കിലും ധനസഹായം ചെയ്യണം. വള്ളം കടലിൽ എന്തെങ്കിലും നഷ്ടപ്പെട്ട വെള്ളത്തിൻ്റെ അടിയിൽ പൊയ്ക്കളയും, മേന്ന് കിടക്കില്ല. അപ്പോൾ അങ്ങനെ ആയാലും അവർ പറയും തെളിവ് എവിടെ നിന്ന് ചോദിക്കും. അപ്പോൾ ഇതിന് തെളിവൊന്നും കാണിക്കാൻ പറ്റില്ല. അപ്പോൾ സർക്കാർ ഒരു സഹായം ചെയ്യാതെ വരുമ്പോൾ ഇവർ തന്നെ കടങ്ങളൊക്കെ വാങ്ങിച്ച് വീണ്ടും അവർക്ക് വേറെ ഒരു പണിയും അറിയില്ല. അപ്പോൾ ഇപ്പോൾ തന്നെ ഈ വള്ളങ്ങളൊക്കെ മൊത്തം പിന്നെ ഇവിടെ നിന്ന് വിഴിഞ്ഞത്ത് കൊണ്ടുപോകും, കൊല്ലത്ത് കൊണ്ടുപോകും. പിന്നെ അവർക്ക് ഒരുപാട് യാത്ര ചെലവുകൾ, എണ്ണ ചെലവുകളും ഭയങ്കര നഷ്ടമാണ്. ഇപ്പോഴും കടലടി ഉണ്ട്, ഇവിടെ നിന്ന് ഒരു വള്ളവും മാറിയിട്ടില്ല. ഒരുപാട് നഷ്ടങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ സമയത്തിന് വാർത്തക്കാർ വന്ന് എത്തിപ്പെടില്ല.